നമസ്കാരം. Anjana ഫുഡി ലൈഫ്സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹൈദരാബാദി ട്രഡീഷണൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. മുളക് വെച്ചിട്ട്, അതായത് ബജി മുളക് വെച്ചിട്ട് ഒരു നല്ലൊരു സൈഡ് ഡിഷ് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെയും റോട്ടീസിൻ്റെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. നമുക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ്. നല്ല ഹെൽത്തി ഡിഷുമാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തൊണ്ടമുളക് വെച്ചിട്ടാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പം ഞാൻ അതിന് പറ്റിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം ചൂടായതിന് ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന പച്ച കപ്പലണ്ടി അത് 1/4 കപ്പുണ്ട്. പിന്നെ വെളുത്ത എള്ള്, അതായത് സെസ്മി സീഡ്സ് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യും. ആദ്യം പച്ചക്കപ്പലണ്ടി ഇടും, പിന്നെ അതിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 1/4 കപ്പ് പച്ചക്കപ്പലണ്ടി ഇട്ടു. ഇതാണ് നമ്മുടെ കറിക്ക് തിക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ എള്ളിട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാൽ ചിലപ്പം അതങ്ങ് കൂടുതൽ മൂത്ത് പോകും. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒന്ന് മൂത്ത് വരുമ്പം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഗ്രൗണ്ട് നട്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങി. ഇനി ആ എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, ഇത് പ്രധാന ചേരുവയാണ്. ഇത് രണ്ടും വേണം. ഈ ഒരു അതായത് കപ്പലണ്ടിയും എള്ളും ഇത് രണ്ടുമാണ് ആ തരിതരിപ്പ് ആ കറിക്ക് ഒരു തിക്നെസ്സും ടേസ്റ്റും കൊടുക്കുന്നത്. ഇതും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. അതെ, കപ്പലണ്ടിയും എള്ളും രണ്ടും കൂടെ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 10 തൊണ്ടമുളക്, അതായത് സാമ്പാർ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് അകത്ത് കുരുവുണ്ടല്ലോ, അത് എരിവാണെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണേ. ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അകത്ത് നമുക്ക്, പക്ഷേ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ ഒന്ന് മാറ്റുക. ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് ഈ കുരു അങ്ങ് കളയുക. അങ്ങനെ ഇത് ഓരോന്നും നമുക്ക് ചെയ്തു വെക്കാം. അത് വിട്ടുപോകരുത്. 2 എൻഡും മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട്, താല്പര്യമുണ്ടെങ്കിൽ ഇച്ചിരി പുളിവെള്ളം വല്ലം നമുക്കതിനകത്ത് പുരട്ടി കൊടുക്കാം. അപ്പം എരിവ് കുറയും. അപ്പം എരിവ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇനി അടുപ്പ് കത്തിച്ച് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഇതിലാണ് നമ്മൾ തൊണ്ടൻ മുളകൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഒന്ന് വഴറ്റി കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തൊണ്ടമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വാടുന്നവരെ, ഒരുപാടങ്ങ് കളറ് മാറുന്ന പോലെ അങ്ങ് വാട്ടല്. ഒന്ന് വഴണ്ടി തുടങ്ങി നമുക്കിനി ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി വെച്ച് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് വഴണ്ടു. നമുക്കിനി ഇതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വഴറ്റിയെടുക്കാം. കുറച്ചും കൂടെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി സവാള, ഒരു ഇടത്തരം സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. ഇനി 1/4 കപ്പ് ചിരകിയ തേങ്ങ അതുകൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആവണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റുകയാണ്. അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം.
അങ്ങനെ തേങ്ങയും ഉള്ളിയും കൂടെ ഏകദേശം മൂത്ത് തുടങ്ങി. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2 3 ആയിട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി അതും കൂടെ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും എള്ളും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ മൂക്കുമ്പം നല്ലൊരു മണമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുണ്ടല്ലോ പോപ്പി സീഡ്സ്, കസ്കസ്, അത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കുന്നതാണ്. ഞാൻ നേരത്തെ പേര് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഈ കറിയുടെ പേരാണ് മിർച്ചി കാ സാലൻ. മിർച്ചി കാ സാലൻ എന്ന് പറഞ്ഞാൽ മിർച്ചി എന്ന് വെച്ചാൽ മുളക്, സാലൻ എന്ന് വെച്ചാൽ കറി, ഗ്രേവി. അപ്പം മുളക് ചേർത്ത കറി, അതാണ് ഇതിൻ്റെ പേര്. അപ്പം ഹൈദരാബാദി ട്രഡീഷണൽ ഡിഷാണെന്ന് ഞാൻ പറഞ്ഞു. അവർ ഫെസ്റ്റിവൽസിനും സെലിബ്രേഷനും ഒക്കെ ഉള്ളപ്പോൾ ഈ കറി ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്നതാണ്. നമ്മൾ ചപ്പാത്തിയിലൂടെയും പൂരിയിലൂടെയൊക്കെ ഇത് കഴിക്കാറുണ്ട്. പിന്നെ വൈറ്റ് റൈസ് ഇല്ലേ, ബസ്മതി റൈസ്, ബോയിൽഡ് റൈസ്, അങ്ങനെയുള്ളതിൻ്റെ കൂടെ ഒക്കെ ചേരും. നല്ലൊരു മണം, റോസ്റ്റ് ആവുന്നതിൻ്റെ മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അല്പം വെള്ളം കൂടെ ചേർക്കാം. തീ ഓഫ് ചെയ്യാണ്. ഇത് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക. ആറിയിട്ടേ മിക്സി ജാറിൽ അരയ്ക്കാവും. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇനി ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ചിലപ്പം ഞാൻ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തങ്ങ് അരയ്ക്കും. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ രീതിയിലാണ്. കുറച്ചുകൂടെ ഒന്ന് ആ കളറ് കിട്ടണമെങ്കിൽ ഒന്ന് എണ്ണയിലൊന്ന് മുളക് പൊടിയൊക്കെ റോസ്റ്റ് ആവണം. അപ്പം ഞാൻ ഇതൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കട്ടെ. 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഞാൻ അരച്ചിരിക്കുന്നത്. 1/4 കപ്പ് പോരായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ഇനി ബാക്കി നമുക്ക് വഴറ്റാനുള്ളതൊക്കെ ചെയ്യാം. അടുപ്പ് കത്തിക്കുകയാണ്. ഇനിയും പാത്രം ചൂടായാൽ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി താളിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്, കടുക്, ജീരകമൊക്കെ. വീണ്ടും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ. എണ്ണ ചൂടായി. 1/2 ടീസ്പൂൺ കടുക്. അത് പൊട്ടിയാൽ നമുക്ക് ജീരകം ചേർക്കണം. പിന്നെ ഞാൻ എടുത്ത് വച്ചേക്കുന്നത് ഇത് കാണാമോ, ഇതാണ് കരിഞ്ജീരകം എന്ന് പറയും. അത് കലോഞ്ചി സീഡ്സ് അല്ലെങ്കിൽ നൈജല സീഡ്സ് എന്ന് പറയും. അതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇതാണ് കരിഞ്ജീരകം. അപ്പം ഇതും സാദാ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സാദാ ജീരകം ചേർത്താൽ മതി. ഇപ്പം പൊട്ടി തുടങ്ങിയാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇടാം. കടുക് പൊട്ടി തുടങ്ങി. 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കരിഞ്ജീരകം. വളരെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് മൂത്ത് തുടങ്ങിയാൽ തീ കുറച്ച് വേണം ചെയ്യാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളൊക്കെ തീ കുറച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയ ടേസ്റ്റൊക്കെ മാറും. അല്പം മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. അത് നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറിൻ്റെ എരിവില്ല. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കുക. പൊടി കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന ഈ പേസ്റ്റ്, ഗ്രൗണ്ട്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ടിയാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സി കഴിയതായിട്ട് ചേർക്കണം.
ഈ അരപ്പൊന്ന് നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി മിക്സി കഴിയ വെള്ളം കൂടെ ഇതും കൂടെ അരപ്പൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി വേണം ചേർക്കാൻ. ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. സൈഡിൽ നിന്നൊക്കെ ഓയിൽ വിട്ട് വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി വരണം. അങ്ങനെ അരപ്പൊക്കെ മൂത്ത് വരുന്നുണ്ട്. എണ്ണ ചെറുതായിട്ട് വിട്ട് വന്നു. അധികം എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരും. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. വാളംപുളി പിഴിഞ്ഞതാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഈ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ ആംചൂർ പൗഡർ ഉണ്ടല്ലോ, ആ മാങ്ങ ഉണക്കി പൊടിച്ചത്, അത് ചേർക്കാം. അത് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ടു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് ഗ്രൗണ്ട് നട്ട്, അതായത് കപ്പലണ്ടി അരച്ചിരിക്കുന്നതുകൊണ്ട് നല്ല തിക്കായിരിക്കും. അതുകൊണ്ട് ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനിയും തിക്കാവുകയാണെങ്കിൽ കുറേ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ചാർച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം 1 കപ്പ് വെള്ളം ചേർത്തു. ഇതിനി ഒന്ന് നല്ലപോലെ തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകട്ടെ. എന്നിട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവി നല്ലപോലെ തിളയ്ക്കട്ടെ. ഇനി താല്പര്യമുണ്ടെങ്കിൽ 1 നുള്ള് പഞ്ചസാര, ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചിട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കണം. ഗ്രേവി നല്ലപോലെ തിളച്ചു തുടങ്ങി. നമുക്കിനി നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ മുളക്, തുണ്ടമുളക് ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ ബജിക്കൊക്കെ എടുക്കുന്ന ബജി മുളക്, അത് തന്നെ യൂസ് ചെയ്യുക. ഇതിനി ഒന്ന് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം 2 മിനിറ്റായി. ഉപ്പ് നോക്കണം, അതിനാണ് ഞാനിപ്പം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി കുറച്ചുകൂടി ചേർക്കേണ്ടി വരും, കുറച്ചല്ലേ ചേർത്തുള്ളൂ. കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. 1 നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആവശ്യത്തിന് ഉപ്പ്, ഓരോരുടെ പരുവം നോക്കിക്കൊള്ളുക. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് 3-4 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. അങ്ങനെ ഏകദേശം 5 മിനിറ്റായി. കണ്ടോ, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുളിയൊക്കെ ചേർത്തായതുകൊണ്ട് എന്തായാലും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താലേ ടേസ്റ്റ് കറക്റ്റ് ആവുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. എന്നാലേ ആ ബാലൻസ് ആവുള്ളൂ, പുളിയും മധുരവും എരിവും എല്ലാം കൂടെ. സോഫ്റ്റായോ നോക്കണം. ഈ മുളക് കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതിന് അധികം എരിവില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ വലിയ സ്പൈസി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് ചേർത്തത്, കൊണ്ട് നല്ല കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയാണ് ചേർക്കാനുള്ളത്. ഇങ്ങനത്തെ ഡിഷസിനൊക്കെ മല്ലിയില നല്ല പോലെ ചേരും. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യണേ. നല്ലൊരു സെർവിങ് ഡിഷ് എടുത്തു. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിരിയാണിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് ഹൈദരാബാദി ഡിഷാണ്. അപ്പം ഹൈദരാബാദി ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയിലൂടെ നന്നായിട്ട് ചേരുന്നൊരു കറിയാണ്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, നാൻ, പിന്നെന്താണ് നമുക്ക് ഇഷ്ടമുള്ള പൂരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ കൂടെ പോരും. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.
എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. ബാക്കിയിരുന്ന മല്ലിയിലയും കൂടെ തൂവി ഞാൻ ഗാർണിഷ് ചെയ്തു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. മുളക് കൊണ്ട് നല്ലൊരു ഡിഷ് റെഡി ആയില്ലേ പെട്ടെന്ന് തന്നെ. പുളിയും മധുരവും. ഈ തൊണ്ടമുളക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ട്രിവാൻഡ്രം സ്പെഷ്യലാണല്ലോ ഈ തൊണ്ടമുളക്. അപ്പം ബജി മുളക് വെച്ച് ഇത് ചെയ്യാം. അതാണ് ശരിക്കും ഹൈദരാബാദിലൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ സൈഡ് ഡിഷ് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ.